وإن بينهم خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا إله إلا الله. 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 بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ കൂടിയ ഉദ്ദേശം ഞങ്ങളെ എല്ലാമായ ഖുറത്ത് സാദാത്ത് ഫസൽ കോയമത്തങ്ങൾ ഖുറത്ത് തങ്ങളുടെ പേരിലായി തിക്കല് താലീൽ ചൊല്ലി ഒരു കാര്യക്രമത്തിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഖുറത്തങ്ങളെ വിഷയത്തിൽ ഞങ്ങൾ അവിടെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ താജുലോമ തങ്ങളെ മറക്കാൻ സാധ്യമില്ല. എന്താ വെച്ചാൽ നാളെ ഉള്ളാടത്തേക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഏതും ഇല്ലാത്ത ഒരു ടൈമിലായി തിക്ക് താജുലോമ തങ്ങൾ ഞങ്ങളുടെ ഉള്ളാടത്ത് കൂടെ വന്നിട്ട് നാളെ ഉള്ളാടത്തിൽ ഇത്തര ഒരു മദ്രസും ദീനിയായ കാര്യക്രമ ഇത്തര ചന്തത്തിൽ എല്ലാവരും ഓരോ പള്ളിയും അതേപോലെ മദ്രസും ഉണ്ടാക്കുന്ന കാരണമായിട്ട് നാളെ താജുലോമ തങ്ങളായി നിൽക്കുന്നത്. അപ്പൊ താജുലോമ തങ്ങൾ നമുക്ക് ഓർമ്മയാക്കാണ്ട് നമുക്ക് കാര്യക്രമം കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഇൻഷാ അല്ലാഹ് അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങൾ ഊടത്തെ കാലിയായിട്ടിട്ട് മുന്നിൽ താജുലുലമ തന്ന. അപ്പൊ താജുലുലമ തന്ന വഫാത്തായ പിന്നെ നമുക്ക് കൂടെ തന്നെ നമ്മുടെ കാലിയായിട്ട് അംഗീകരിച്ചു. അപ്പൊ കൂടെ തന്നെ ഞങ്ങൾ ഈ രായത്തോട് കാലിയല്ല, ഞങ്ങള് ദക്ഷിണനാട് ജില്ലയിൽ സാധാരണ 10-200 മാലിയുടെ ഒരു കാലിയായിട്ടുണ്ട്. അതേപോലെ എല്ലാവർക്കും ഒരു നേതൃത്വത്തിന്റെ തങ്ങളായിട്ടിരിക്കുന്നത്. ഏത് വിഷയം പോയിട്ട് ആര് പോയിട്ട് തങ്ങളോട് ചൊന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് തങ്ങളെ കൊണ്ടൊക്കെ പരിഹാരം ഉണ്ടേ ഉണ്ട്. തങ്ങ കാല് തന്നെ ഊരിത്ത് കൊടുത്തെങ്കിൽ ആ തന്നിയുടെ ഒരു അത് മറന്നായിട്ട് മാറും. ആ മറന്ന് ബർക്കത്ത് കൊണ്ടു എല്ലാരും സീക്കും. അതേപോലെ എങ്ങനത്തെ ക്യാൻസർ ആവട്ടെ, എങ്ങനത്തെ കിഡ്നി ഫെയിലർ ആവട്ടെ, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ തെറപ്യൂട്ടിക് കേസ് സമയത്ത് തങ്ങൾ ഒരു തന്നിയുടെ മുഖത്ത് ശിഫായതുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളുടെ വിഷയത്തിൽ നമുക്ക് അങ്ങനത്തെ തങ്ങളെ അനുസ്മരണങ്ങളെ വെളിയെ കൊടുക്കണമായിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാമായിട്ട് നമുക്ക് നല്ല നേതൃത്വത്തിന്റെ ഒരു തങ്ങളായിരിക്കുന്നത്. അപ്പൊ ചമ്മെന്ന് നാം ചൊല്ലപ്പോണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം പിടിച്ചാൽ അഭാവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൂടെ തന്നെ വിഷയത്തിൽ നമുക്ക് ചൊന്നു തരണമെന്ന് ഉസ്താദന്മാരും ആലിനിമാരുള്ളവരും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഞങ്ങളെ ഈ ഒരു സദസ്സിലെ അഭിമാനം, ഈ ഒരു രായത്തെ വലിയൊരു പ്രകാശം, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരു തണലായിട്ട് നേതൃത്വം തന്നോട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അവരുടെ, അതുപോലെ ഞങ്ങളുടെ പള്ളിയിലും മദ്രസത്തിലും അധ്വാനിച്ചോണ്ടുള്ള സദർ ഉസ്താദ്, അതുപോലെ മുഅല്ലിമീങ്ങൾ, അതുപോലെ ഞങ്ങളുടെ പള്ളിയും മദ്രസയും അതുപോലെ ദീനിയായ കാര്യത്തിൽ വേണമായിട്ട് നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടുള്ള ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാ നേതാക്കന്മാരും ഞങ്ങൾക്ക് സ്വാഗതമാക്കി തന്നെ ഷാഹുൽ അമീദാക്ക തുടങ്ങിയ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ അലമീൻ വെൽഫെയർ, അതുപോലെ SSF, KMJ, SVS തുടങ്ങിയ എല്ലാ സംഘടനയുടെ ആൾമാർ ഞങ്ങളുടെ ഈ ഒരു സദസ്സിലുള്ളത് വലിയൊരു സന്തോഷം. നല്ലൊരു നിറഞ്ഞു നിന്നിട്ട്
ഈ ഒരു പള്ളി ഫുള്ളായിട്ട് മയ്യാവാട്ട് പുറത്തും ആൾമാർ തെക്കിക്കൂടിയാൽ നിങ്ങളുടെ ശബ്ദ പെണ്ണിങ്ങും കേട്ടുകൊണ്ടുള്ള പരിശുദ്ധമായ ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടിയത് എല്ലാവർക്കും കൊണ്ടുണ്ടു. ബഹുമാനപ്പെട്ട ഖുർവത്തു സാദാത്ത് സയ്യിദന്മാരുടെ കണ്ണിലുണ്ണി, സയ്യിദന്മാരുടെ നേതാവ് ചൊന്നിട്ട് അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ. ബഹുമാനപ്പെട്ടവരെ എത്രമാ അറിഞ്ഞ ആൾമാർ ഈ കൊട്ടത്തിലിക്കുവാറ്. ആ കൂടത്തിൽ പോയിട്ട് തങ്ങളെ ഭേട്ടിയായിട്ട് ദുആവും അതുപോലെ ആശീർവാദവും എല്ലാം എളുപ്പമായിട്ട് പല ആൾമാർ എന്ന് വേണ്ട. കൂറത്ത് സാദാത്ത് കൂറത്ത് തങ്ങളവരുകൾ പല സദസ്സും വന്നെങ്കിൽ ദീർഘമായ പ്രാർത്ഥന, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആയുധമായിട്ട് ദുആ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ ആഫത്ത മുസീബത്ത് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ആക്കണായത് ദുആ ആയിട്ട്. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ എന്താക്കണം? നിസ്കാരം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ വിട്ട സഹായം തേടണം. നിസ്കരിച്ചിട്ട് അതുപോലെ നോമ്പ് പിടിച്ചിട്ട് നിങ്ങൾ എന്താക്കണം? അല്ലാഹുവിന്റെ വിട്ട സഹായം തേടണം. ദുആയിലും അല്ലാഹുവിന്റെ വിട്ട നിങ്ങൾ സഹായം തേടണം. പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. അപ്പൊ ദീർഘമായ പ്രാർത്ഥന, ആ ദുആക്ക് ഒരു മടുപ്പുമില്ല. ചിലപ്പോൾ ഞങ്ങൾ ഈ സദസ്സ് പോയെന്നുണ്ടാവുക ഞങ്ങൾ ചിലപ്പോ കൈയെല്ലാം കീഴ് കിട്ടുമല്ലോ. ഞങ്ങൾക്ക് മയായി പോകണം അല്ലെ? കൂറത്ത് തന്നെ ചിലപ്പോ അത് 5ാമത്തെ പരിപാടിയായിട്ട് അല്ലെങ്കിൽ 6ാമത്തെ പരിപാടി എല്ലാവരും അപ്പുറത്ത് വേറമേ പോകിക്കോ അവിടെ തൂവാ. ഞങ്ങൾ ഏതെങ്കിലും ഒരു സദസ് വീട്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പച്ചിത്തിയ വേറൊക്കെ വയ്യാമത്തെ. കാരണം ഞങ്ങളെ ഈ മാനത്ര മാത്രമല്ല, ഞങ്ങളെ ഈ മാനം അത്ര മാത്ര ആ കുറത്ത് തങ്ങളെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളെ നാവൽ വന്നില്ലേ? എന്തേ കൂറത്ത് തങ്ങളെ നിങ്ങൾ ബഹുമാനിക്കോ? അത് ചില്ലറ വിഷയമല്ല. അത് തീയായിട്ട് തീരെ വിട്ട കളിക്കോ തീരോ? കൂറത്ത് തങ്ങൾ വലിയൊരു പവറുള്ള ആളായിട്ട് ആ കൂറത്ത് തങ്ങളെ വിട്ട നിങ്ങൾ കളിക്കോ തീരാ ചെന്നിട്ടോ? ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നാവ് കൊണ്ട് സ്വന്തം പിതാവായ പാപ്പ അല്ലെങ്കിൽ അപ്പ തന്റെ മോനെ പറ്റിട്ട് എന്താക്കരുത് പരിചയപ്പെടുത്തി തന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. താജുൽ ഉലമ ചൊല്ലുന്നത് എല്ലാവർക്കും നിങ്ങൾ ബന്ധുണ്ട്. വലിയൊരു മക്കത്തില് വലിയൊരു ഉലമാ കോൺഫറൻസ് നടത്തിയിട്ടാകുമ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട അബ്ബാസ് മാലിക്കി മക്ക അയാളെ മോണും മാലിക്കി മക്ക ചൊല്ല ഒരു വലിയൊരു മഹാൻ ഓരോരോ രാജ്യത്തെ ഇന്ത്യത്തെ ഈജിപ്ത് തുടങ്ങി ഇങ്ങനെ ഓരോ മിസ്ർ തുടങ്ങിയ വേറെ വേറെ രാജ്യത്തെ ഓരോ പ്രധാനപ്പെട്ട ആലിമീങ്ങളെ വിളിച്ചു വന്നിട്ടാകുമ്പോഴത്തേക്കും എല്ലാ ആത്മാർക്കും അങ്ങനെ സ്റ്റേജിലും വേദിക്കയിലും സീറ്റ് കൊടുത്തു. അതേ സമയത്ത് സ്റ്റേജിൽ ഒരു കുർസ് മാത്രം ബാക്കി വെച്ചു. കുറെ പണ്ഡിതന്മാർ കേട്ടാൽ ആ ഒരു കുർസ് ആർക്ക്? അപ്പ സയ്യിദ് മുഹമ്മദ് മാലിക്കി മക്ക ചൊന്തു. അത് ഞാൻ പിന്നെ ചൊല്ല. അങ്ങനെ ദീർഘമായിട്ട് ഞാൻ ചൊല്ലില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വിളിച്ചു വന്നിട്ടാകുമ്പോഴത്തേക്കും എല്ലാരെയും എനിക്ക് ചൊന്തു ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് അങ്ങനെ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബുഖാരി ചൊല്ലുന്നത് ഇയാളിട്ട് ഒരുപാട് ആൾമാർ കേട്ടല്ലാണ്ട് കണ്ടിട്ടില്ലാത്ത അങ്ങനെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടാകുമ്പോഴത്തേക്കോ ഈജിപ്തിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി മക്കത്തെ വന്നിട്ട് കേക്കട് നക്ക് അയാളെ ഒന്ന് കൈമുസാഫാത്താക്ക് നക്ക് ഇജാസത്ത് തണ്ടാറാ.
നന്നായിട്ട് എന്താ വേഗം കിട്ടിയ ചാൻസ് വന്നിട്ട് വേഗം കൊടുക്കുക, കൈ കൊടുക്കുക വേണ്ടേ. അപ്പൊ നിങ്ങളിപ്പോ സയ്യിദവറുകൾ അങ്ങനെ എത്ര ബഹുമാനമുണ്ട് നിങ്ങൾ നോക്കല്ല. അങ്ങനെ ശിരസ് മുതൽ കാല് വരെ അങ്ങനെ ഓരോരോ നരമ്പും ഓടി നടന്നുകൊണ്ടുള്ള ജ്വാല, അത് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജ്വാലയായിട്ടിക്കത്. ആ ജ്വാലകളുടെ പവറായിട്ടിക്കത്. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മകനായിട്ട് മാത്രമല്ല, മകനായത് കൊണ്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ വലിയൊരു മർത്തബയിലേക്ക് എത്തിയത്. ഒരുപാട് കറാമത്തുകൾ ആത്മാർക്ക് ഇപ്പൊ സാധാരണമായി ഓരോരുത്തമായിട്ട് കേട്ടെങ്കിൽ ഒരു 2-3 ഉദാഹരണമായിട്ട് കറാമത്ത് ചൊല്ലാത്ത ആത്മാർ ആവിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകൾ അല്ലാത്ത ആത്മാർ എല്ലാവരും ചൊല്ലാറുണ്ട്. ആ കറാമത്ത് കിട്ടുള്ള കാരണം എന്തൊരു ബന്ധമുണ്ട, അത് നമുക്ക് പഠിക്കുകയില്ല. ബഹുമാനപ്പെട്ട കൂടത്ത് തങ്ങൾ നമുക്ക് മാതൃകയാക്കിയിട്ട് ഇപ്പൊ നമുക്കൊരു 8 നാൾ നാം മരിച്ചെങ്കിൽ കബറിലു നക്ക് ആറുള്ള ഓരോരുത്തർ നാം ചിന്തിക്കണായ വിഷയം. നാനിപ്പോ മരിച്ചെങ്കിൽ കബറിലു നക്ക് ശിക്ഷമാ അല്ല അവിടെ സ്വർഗത്തോപ്പ എന്തിനായിട്ട് നമുക്ക് ചൊല്ലുകയല്ലോ. അതേ സമയത്ത് കബറിലു നേരം പോക്കാക്കവോ ടൈം പാസ് ആക്കവോ എന്തിനു വേണ്ട? പരിശുദ്ധമായ ഖുർആൻ വേണ്ട. ആ പരിശുദ്ധമായ ഖുർആനിനെ ഹഖ് പോലെ ഓദിറ്റ് എത്രമാ ഖത്മുൽ ഖുർആൻ തീർത്തോണ്ടിന്റെ വലിയ മഹാനായിട്ട് ബഹുമാനപ്പെട്ട കൂടത്ത് തങ്ങൾ ഒരൊക്കെ ചൊല്ലു. 28 ഖത്മുകൾ ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ 28 ഖത്മുകൾ ഞാൻ എന്താക്കി തീർത്തവയാണ്. ഒരൊക്കെ അതാവുള്ള തങ്ങൾ അങ്ങനെ വാളാക്കിക്കൊണ്ടിരിക്കുന്ന ആ സദസ്സുകളിലെ ബഹുമാനപ്പെട്ട അതാവുള്ള തങ്ങൾ ചൊല്ലു. നാലൊരുക്ക ബഹുമാനപ്പെട്ട കൂടത്ത് തങ്ങളെ വരെ പേട്ടിയായിട്ട് ഞാൻ കേട്ട. സാധാരണ എപ്പോഴും ഖുർആൻ ഓതാറില്ലേ, ഈ വട്ടം എത്ര വട്ടം ഖുർആൻ ഓതിയാലും കേട്ടാമത്തെ 27 വട്ടം ഞാൻ ഖുർആൻ ഓതിയാണ് സ്വന്തം. 27 വട്ടം നമുക്കെന്തോ ആവാൻ ഭാവിച്ചിട്ട് ബഹുമാനപ്പെട്ട അത്താവുള്ള തങ്ങൾ പരിശുദ്ധമായ റമദാനിലും അല്ലാത്ത സമയത്തും ധാരാളമായിട്ട് ഖുർആൻ ഓതല് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആയത്തും അതുപോലെ ഒരു ഹദീസും നാം ഇപ്പോഴത്തെ കൂടുതലായിട്ട് ഇപ്പോ പ്രസംഗിക്കുള്ള ഒരു അവസരം അല്ലാത്തത് കൊണ്ട് ഒരു ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. ആഖിറത്തിലേക്കുള്ള ഒരു ബിസിനസ്, ആഖിറത്തിലേക്കുള്ള ഒരു കച്ചവടം. ഈ ദുനിയാവിലുള്ള കച്ചവടത്തിന് 2 സാധ്യതയുണ്ട്. എന്തില്ലേ? ലാഭ അല്ലെങ്കിൽ നഷ്ട. അതുകൊണ്ട് ഏതൊരു കച്ചവടം തുറന്നുകൊണ്ടുമ്പോഴത്തേക്കും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് തങ്ങന്മാർട്ട അല്ലെങ്കിൽ മഹാന്മാർട്ട പോയിട്ട് സിയാറത്താക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുന്നത് പേട്ടിയായിട്ട് എന്നിട്ടൊരു പുറത്തെടുത്തുണ്ടാറ്. എന്റെ കച്ചവടം ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കിയിട്ട് കച്ചവടാക്കിയിട്ട് അത് എവിടെങ്കിലും മുങ്ങിപ്പോയെങ്കിൽ പിന്നെ അവന് ജീവിക്കുക സാധ്യതയില്ല. അപ്പൊ ഈ ദുനിയാവിലുള്ള കച്ചവടം അത് ലാഭവും നഷ്ടവും ഒരുപോലെ സാധ്യതയുള്ളതായിരിക്കണം. എന്നാൽ നഷ്ടമില്ലാത്ത ഒരു കച്ചവടം പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. നഷ്ടമില്ലാത്ത ഒരു കച്ചവടം അത് എവിടെ? ദുനിയാവിലും ഉപകാരപ്പെടുന്ന അതുപോലെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു കച്ചവടം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ് സ്വലാത്ത, നിസ്കാരം കൃത്യമായ സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾ. നിസ്കരിക്കുന്ന ആളെന്നല്ല, ടൈമിൽ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുക. എല്ലാം ഒട്ടിಗೆ നിസ്കരിക്കുന്ന ആളല്ല. ചിലപ്പോ ഇശാഖത്തിന്റെ അമത്തുകൾ ഒട്ടിಗೆ എന്താക്കി നിസ്കരിക്കുക. അതുകൊണ്ട് എന്താവാലെ അവന്റെ നിസ്കാരം പോലെ ആവാലെ. അത് പിന്നെ നേർച്ച വീട്ടിയതുപോലെ ആവട്ടെ. നിസ്കാരമാണെങ്കിൽ അത് അതേ ടൈമിൽ നിസ്കരിക്കണം. എന്തെങ്കിലും നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ. ഒന്നാമതായിട്ട് ചൊല്ലി ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായിട്ടും
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ആൾമാര്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആൾമാര്, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ, രഹസ്യമായിട്ടും അല്ലാണ്ടാക്കുറാറ്, ദാനധർമ്മമാക്കുറാറ്, പരസ്യമായിട്ടും ദാനധർമ്മമാക്കുറാറ്. ആരും ഗൊന്തില്ലായിട്ടും ആക്കുറാറ്, വേറെ ഒരാൾ ഗൊന്താവിട്ട് ചുമട്ടും ആക്കുറാറ്. അങ്ങനത്തെ ആൽമാര് യർജൂന തിജാറതൻ ലൻ തബൂർ, അങ്ങ് നഷ്ടമില്ലാത്ത കച്ചവടമായിട്ട് അങ്ങ് പ്രതീക്ഷിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്ന സഹോദരന്മാരെ, നഷ്ടമില്ലാത്ത കച്ചവടം. ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ ഇപ്പൊ വലിയൊരു സ്വർഗത്തിന് ഉദ്യാനവനത്തിലായിരിക്കും. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെ? അങ്ങനെ ഒരു നേതൃത്വം കൊണ്ടു, അങ്ങനെ ഒരു ആശീർവാദം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാത്തല്ലാണ്ട് നമുക്കൊരു രക്ഷയുമില്ല. കാരണം നോക്കുക, ഞങ്ങൾ പ്രശുദ്ധമായ ഖുർആൻ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ നോക്കുക, നമുക്ക് അവിടെ നോക്കുന്നു, അവിടെ റമദാന തീരുമ്പോ എത്ര ശക്തമായി തന്നെ കേട്ടെങ്കിൽ ബന്ധമാണ് ആവില്ലേ? ആവില്ലെങ്കിൽ അല്ലാഹു തആല തൗഫീഖ് നൽകിയ ആൽമാർക്ക് മാത്രം അവിടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ ചൊല്ലുന്നു, മൻ തഖറബ ഇലയ്യ ശിബ്റൻ, വറാൽ നന്റെ മുട്ട പറഞ്ഞു അല്ലാഹു തആല ചൊല്ലുന്ന നന്റെ മുട്ട പറഞ്ഞു വേണായിട്ട് വറാൽ ഒരു ചാണ് അടുത്താൽ തഖറബതു ഇലൈഹി ഹിറാഅ, അവന്റെ ഭാഗത്ത് നിന്നാണ് ഒരു മുഴം കൊണ്ട് നാം അടുക്കട. 1% നന്റെ മുട്ട പറഞ്ഞിട്ട് അവൻ ആഗ്രഹിച്ചെങ്കിൽ ഫുൾ % ആയിട്ട് അവിടെ നന്റെ മുട്ട പോണ്ടേ. ഒരു മുഴം എന്നിലേക്ക് അടുക്കാൻ അവൻ ആഗ്രഹിച്ചെങ്കിൽ ഒരു മാറി അവന്റെ മുട്ട നാൻ അടുക്കുക. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ വിട്ടായിട്ടിരിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരില് വലിയൊരു നേതൃത്വം നമുക്ക് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ജീവിതകാലത്തില് പലയിടത്തും കാലിയായിട്ടും നായിബ് കാലിയാക്കിയിട്ടും അതുപോലെ മയിൽ കാലിയാക്കിയിട്ടും നിയമിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട കൂറത്തുകളായിരിക്കണം. ഒരു കാലിയാവണമെങ്കിൽ സാധാരണ ഇൽമും അറിയാവില്ല, വലിയൊരു ഇൽമും തഖ്വയും എല്ലാം അതിൽ വേണമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും പേടിക്കുന്ന ആൾമാർ അത് അൽ ഉലമാഹു ആയിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എന്ന പരിപാടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധമായ ഖുർആനും ഓതിയിട്ടും ഇബാദത്തിലായിട്ടും മാത്രമല്ല, ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം തീർന്നിട്ട് കൂറത്തങ്ങളെല്ലാം തകരാറ് അവിടെ കൈ പറ്റിട്ടെല്ലാം കാറിന് ബിൽച്ചോട്ട് പോകുമ്പോഴത്തേക്കുമായിട്ട് ഒരു ആംബുലൻസ് അവിടെ വേണ്ടേ, 4 ബാക്കിലുള്ള. അപ്പൊ അവിടുത്തെ വോളണ്ടിയർമാർ ലീഡർക്ക് മുട്ട പോയിട്ട് ഒരാൾക്ക് ചൊത്തു, ഒരാൾ സീരിയസിലായിട്ട് കിടത്തത്തിലായിട്ട്. അപ്പൊ കൂടത്ത് തമ്മിൽ ഒന്ന് വിളിച്ചവണ്ട കൂടത്ത് വേറെ ഒരിടത്ത് പോയിക്കൊണ്ടിപ്പോ ഞങ്ങളിപ്പോ ഇന്നാണ് കണ്ടത്. അങ്ങനെ നക്കപ്പോ ബേജാറായി. പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളല്ലേ, ഒരു രോഗിയല്ലേ, പക്ഷെ ഇങ്ങനെ പൊട്ടോട്ടില്ലല്ലേ. ആ ടൈമിലായിട്ട് കൂറത്ത് തങ്ങൾക്ക് ആരും ചൊന്നിട്ടില്ല. കൂറത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ടുണ്ട്. വർക്കല റൈറ്റിൽ തിരിഞ്ഞിട്ട് അവിടെ ബെൽറ്റായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് അവർ കൈയുടെ പുറത്തു ആരും ചൊന്നിട്ടില്ല. റൈറ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് അത് ആംബുലൻസിനോട് പോയിട്ട് ആ രോഗിയെ എന്താക്കിട്ട് മന്ത്രിച്ചു കൊടുത്തു. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ ആൽമാരുടെ കഷ്ടം എന്തിരെ, അങ്ങനെ ബുദ്ധിമുട്ടി എന്തിരെ, അത് നോക്കിയ ആൽമാർക്ക് അല്ലാഹു തആല വലിയ മഹത്വം നൽകുക. ബഹുമാനപ്പെട്ട
സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുയുടെ വഴി അതായിട്ടികള് പാവങ്ങളെ എന്താക്കുക, പരിഗണിക്കുക. പാവത്തെ ആൾമാരെ, എന്തും തീരാത്ത ആൾമാരെ അങ്ങനെ പരിഗണിക്കുന്നത്, രോഗിയെ പരിഗണിക്കുന്നത്, അത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പതിവായിട്ടിക്കുന്നത്. ഈ നിലക്ക് കുറെ ചൊല്ലുകൊണ്ടു ചൊന്നെങ്കിൽ തീരാൻ ഇനിയും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് നല്ല നിലക്ക് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൊന്തറകൊണ്ടു. ഈ ഒരു മഹത്തായ ഒരു നല്ലൊരു മജ്‌ലിസ്, സുമാർ ആൾമാർ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നന്റെ പാട്ട് വിളിച്ചിട്ടാമത്തുകോടെ റേഞ്ചില്ല. പിന്നെ അൽത്താഫ് മദനി ചൊന്തു നിങ്ങളെ ഷാവുൽ അമിതാക്ക വിളിച്ചിട്ടുണ്ട്. ഷാവുൽ അമിതാക്ക വിളിച്ചിരുന്നതാമത്തുകോ നമുക്ക് ഭാര്യ കൊസിയായിട്ട് ഞങ്ങൾ എല്ലാ നിലക്കും റേഞ്ചിലും അതുപോലെ SM-ലും എല്ലാ നിലക്കും നല്ല നിലക്ക് പ്രവർത്തിച്ചോണ്ടുള്ള നേതൃത്വം അങ്ങ് വിളിച്ചിട്ടാമത്തുകോ പോയിട്ട് കുറവാച്ചു നാ പറഞ്ഞേ മുത്താലിമീങ്ങളും വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വന്നതും ഈ ഒരു സദസ്സിൽ വെച്ചതും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന പരിശുദ്ധമായ തിരുവാക്യം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇಂದಿನ അതേപോലെ തന്നെ നാളെ ഈ ഹരേക്കൽ ഗ്രാമത്തെ എല്ലാ പള്ളിയും പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചികളെ വിളിക്കൊണ്ട് നമുക്ക് സമിതി തീരുമാനം. അതേപോലെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ മുട്ടത്ത് ജമാഅത്ത് അധ്യക്ഷ റസീദാക്കും അതേപോലെ അടുത്ത ഖജാഞ്ചി ഹാരിസ് കൂടെ ಬಂದಿರಾರು. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಅಂಕುಂ ಆಫಿಯത്തുള്ള ദീർഘായുസ് നൽകട്ടെ ചൊന്തു അങ്കും നാം സ്വാഗതം ആക്കുന്നത്. അതേപോലെ ഞങ്ങളെ മറക്കാത്ത ഒരു വിഷയം മറന്നിട്ട് ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റി ഇൻഷാ അല്ലാഹ് എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് സഹಕಾರ തന്നെ ജമാഅത്ത് കമ്മിറ്റി എത്തിക്കുന്നു. അതിൽ ഉള്ള മാത്ര അല്ലാമീൻ വെൽഫെയർ അസോസിയേഷനും KMJSUS എല്ലാ ആൾമാരെ ഉള്ളേ അത് കൊണ്ടുത്ത് ഞങ്ങൾക്ക് സ്വാഗതം വന്നു വരും. ഇൻഷാ അല്ലാഹ് അങ്കുതാണ് സ്വാഗതമായിരുന്നത്. അതേപോലെ ഉല്ലാസത്തെ അധ്യക്ഷ ഇംതിയാസും പിന്നെ ഷെരീഫ് കാര്യദർശി ഷെരീഫ കൊണ്ടു അയാൾക്കും സ്വാഗതമായിരുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عدد ما في علم الله عليك يا رسول الله. ضاقت حيلتي وأنت وسيلتي فأدركني سريا بعزة الله. الصلاة والسلام عليك يا سيدنا. ഒരുമിച്ചുകൂടിയ നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നീണ്ട ഒരു പ്രഭാഷണത്തിന് മുതിരാണ്. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കുകൾ മാത്രം പറഞ്ഞു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ റേഞ്ച് തലത്തിലുള്ള MEP ട്രെയിനിങ്
കഴിഞ്ഞു പോയ നമ്മുടെ മഹാന്മാരായ ആളുകൾ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. പരിശുദ്ധ ഖുർആൻ അവരെ ഓർക്കാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് ദുആ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സഹോദരന്മാരായ ഈമാന് കൊണ്ട് മുൻകടന്നവരായ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണം എന്നുള്ളൊരു ദുആ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇതിന്റെ ആശയത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവർക്കെന്നെ തേടുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ വിഷയമൊന്നും അല്ല. മരിച്ചുപോയ ആരുടെ പേരിലാണ് മയ്യത്ത് നിസ്കാരം നടത്തുന്നത്. ആ മയ്യത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ വരുന്നുണ്ട്. ആ ഫാത്തിഹ പരിശുദ്ധ ഖുർആനാണ്, ഖുർആനിൽപ്പെട്ട സൂറത്താണ്. മയ്യത്ത് നിസ്കാരം കൊണ്ട് മരിച്ചുപോയ മയ്യത്തിന് ഉപകാരം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ അതിന് കിട്ടുകയില്ല? മരിച്ചവർക്ക് അത് എത്തുകയില്ല എന്ന് വാദിക്കുന്നവരുണ്ട്, സിയാറത്ത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അതിപ്പോഴും നമ്മുടെ വിഷയമല്ല. മരിച്ചവയത്തിനടുത്തും മരണമാസന്നമായവരടുത്തും സൂറത്തെ യാസീൻ പാരായണം ചെയ്യണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ജനിച്ച ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതെന്ന് ചെയ്യും. മരിക്കാതെ ബാക്കിയാകുമായിരുന്നെങ്കിൽ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയാകുമായിരുന്നു. അവിടുത്തെ 63-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. മദീന കാർമേഘം വന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം അവിടെ സൂര്യനെ കാണാൻ കഴിഞ്ഞില്ല, വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ മദീന പ്രകാശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോഴാണ്. ആ മദീനയിൽ നിന്നാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങിയതും അവിടുത്തെ ഖബർ ശരീഫ് ഉള്ളതും മദീനയിൽ തന്നെയാണ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പ്രമുഖനാണ് മഹാനായ ഖുറത്തു സദാത്ത് ഫസൽ കോയമ്മത്തങ്ങൾ എന്ന മഹൽ വ്യക്തിത്വം. ആ മഹാനവരുടെ വിടവാങ്ങലിൽ പലരെയും വേദനിപ്പിച്ചു. കാരണം ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ അലിമീങ്ങളിൽ പലരും മരിച്ചിട്ടുണ്ട്, സാദാത്യങ്ങളിൽ പലരും മരിച്ചിട്ടുണ്ട്. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി
ഖദ്ദസല്ലാഹു സിർറഹു അസീസ് എന്ന വലിയ മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്നുള്ള വിയോഗമായിരുന്നില്ല. അതേപോലെ ഉസ്താദവറുകൾ, കംസുലവചിത്താരി ഉസ്താദവറുകൾ, അതേപോലെ ബഹുമാനപ്പെട്ട താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദവറുകൾ, അവരെല്ലാവരും രോഗത്തിലാണ്, ക്ഷീണത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ അവസരമുണ്ടായും അവരെ പോയി കാണാൻ. അതാ ചില സമയങ്ങളിലൊക്കെ കാണാനുള്ള അവസരം കിട്ടിയിരുന്നു, ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ദുഃഖത്തിലാക്കി ആരും പ്രതീക്ഷിക്കാത്ത മരണകഥ രാവിലെ 10:00 കേൾക്കുമ്പോൾ പലരുടെയും ഹൃദയം നീങ്ങിപ്പോയി, പലരും കരഞ്ഞുപോയി. കാരണം വഫാത്താകുന്നത് തലേന്ന് രാത്രിയിൽ ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ദിവ്യമായി ദുആ ചെയ്ത ഖുറത്ത് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മരണത്തെ കുറിച്ച് കുടുംബക്കാർ പറയുന്നു, നിങ്ങളൊക്കെ കേട്ടവരാണല്ലോ, അവരാണല്ലോ സാക്ഷികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചത് അല്ലാഹ് എന്ന വാചകം ചൊല്ലിയിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് അവരുടെ കുടുംബങ്ങളാണ് നമ്മോട് പറഞ്ഞതെങ്കിൽ ആ മഹാനവരുടെ വയസ്സ് 64. സുഹൃത്തുക്കളെ, സഹോദരികളെ, ഏത് നിമിഷവും നമ്മൾ മരിക്കേണ്ടവർ തന്നെയാണ്. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ റൂഹ് പിടിക്കാൻ ഇവിടെ മലക്കുകൾ വരും. ആ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന സമയം എപ്പോഴാണെന്ന് പറയാൻ ഒരു തങ്ങൾക്കും സാധ്യമല്ല, ഒരു ആലിമിനും സാധ്യമല്ല. പക്ഷേ മരണത്തിലേക്ക് ഒരുങ്ങിയിട്ട് മരിച്ച മഹാന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എപ്പോഴും ഈമാൻ സലാമത്താക്കണം എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഖുർറത്തു സദാത്ത് നമ്മുടെ ഖാദിയായ എല്ലാവർക്കും സ്നേഹമുള്ള മനസ്സുകൊണ്ട് ചിലരെങ്കിലും പുറത്തുപോയിട്ടുണ്ടെങ്കിലും അതാ പരിഹാരം കിട്ടണമെങ്കിൽ അവസാനം പോകേണ്ടി വരുന്നത് മഹാനായ തങ്ങളുടെ അടുത്തേക്കാണ്. ഞങ്ങൾക്ക് വലിയ സമാധാനമായിരുന്നു. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോ പറഞ്ഞേക്കാം, തങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഹദറത്തിലേക്കൊന്ന് പോകണം, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞ് പലരെയും അവിടെ പറഞ്ഞേച്ചിട്ടുണ്ട്. അത് നമുക്ക് വലിയ സമാധാനമായിരുന്നു. എലിയതാ ആ വിടവ് നികത്താ ഇവിടെ നമുക്ക് ആരാണുള്ളത്? അല്ലാഹു ആ സയ്യിദവറുകളുടെ ദറജയേറ്റി കൊടുക്കട്ടെ. എല്ലാവരും സൗമ്യ സ്വഭാവത്തിൽ പെരുമാറിയ എല്ലാവരും തങ്ങളോട് വലിയ അതോടെ പെരുമാറും. ആ തങ്ങൾ എപ്പോഴും തങ്ങളുടെ സാന്നിധ്യം പലരും ആഗ്രഹിച്ചു.
അവിടുത്തെ ദുആ കിട്ടണമെന്ന് പല കൂട്ടുകാരും ആഗ്രഹിച്ചു. തങ്ങളെ വരകളെ വിളിക്കണമെന്ന് പലരും ആഗ്രഹിച്ചു. നമ്മുടെ ഈ ഫരീദിനെ പറയിൽ തന്നെ എത്ര വീടുകളിലേക്കാണ് സയ്യിദവറുകൾ വന്നിട്ടുള്ളത്. ആ കൂട്ടുകാരെ വലിയ ഭാഗ്യവാന്മാര് തന്നെ. അവിടുത്തെ ദുആ കിട്ടിയിട്ടുണ്ടല്ലോ. റബ്ബ് കബൂൽ ചെയ്യട്ടെ. അവരെപ്പോഴും മരണത്തിന് ഒരുങ്ങി വന്നവരാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ മഹാനവറുകളെ കുറിച്ച് പറയുകയുണ്ടായി. എപ്പോഴും ദിക്ർ ചെയ്യുന്ന ദാക്കിറായ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആബിദായവരായിരുന്നു മഹാനായിരിക്കുന്ന തങ്ങളവറുകൾ. വിശേഷ്യ അവിടുത്തെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ഖുർആനിൽ തന്നെ മതി രക്ഷപ്പെടാൻ. ഖുർആൻ ഓതുകയും ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയും ചെയ്താൽ ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് വരെ ആ ഖുർആൻ അവന്റെ തലഭാഗത്തുണ്ടാകുന്നു. ആ മയ്യത്തിനെ കഫൻ ചെയ്താലോ അതിന്റെ ഉള്ളിൽ അവന്റെ നെഞ്ചിൽ ഖുർആൻ നിൽക്കുന്നു. അവന്റെ ഖബറിലേക്ക് പോകുന്നു. അവിടുന്ന് ചോദ്യം ചെയ്യുമ്പോഴും ആ ഖുർആൻ അവിടെ തന്നെ ഉണ്ട്. ആ മരിച്ച ആൾ ഖുർആനുമായി ബന്ധപ്പെട്ടു എന്നൊരൊറ്റ കാരണം അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ച് വാങ്ങിക്കൊടുക്കുന്നു പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ആ നിലയ്ക്ക് ഖുർആൻ പാരായണം ചെയ്ത മഹാനവറുകളാണ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞത്. അതിന്റെ വലിയ മാതൃക അവിടുത്തെ പ്രിയപ്പെട്ട ബാപ്പയായ നമ്മുടെയൊക്കെ വലിയ നേതൃത്വമായ താജുലുലമയാണല്ലോ. തങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ബാപ്പ റൂപ്പിൽ വന്നാൽ അവിടുന്ന് ഖുർആനൊത്ത് തന്നെ മുഴുവൻ സമയവും ഖുർആനൊത്ത് തന്നെ, യാത്രയും ഖുർആനൊത്ത് തന്നെ. ആ താജുലുലമയുടെ മകനാണ് മഹാനായ നമ്മുടെ 10 വർഷം നമുക്ക് ഖാദിയാനിലെത്തിക്കേണ്ട നസീഹത്തുകൾ. ആ മഹാനവറുകളുടെ കറാമത്തുകളൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. കറാമത്തിനല്ല ഇവിടെ വലിയ പ്രസക്തി. ആ മഹാനവറുകളുടെ ജീവിതമാണ് വളരെ ചൊവ്വായ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം. സുബ്ഹാനല്ലാഹ്. ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. സത്യം തുറന്നു പറയാൻ ഒരാളെയും പഠിക്കാത്ത, സത്യം പറയുന്ന ആദർശത്തിൽ അടിപറച്ചിരുന്ന വലിയ മഹാനായിരുന്നു സയ്യിദുനാ. അവിടെ മുതലാളിയെന്നോ സമ്പത്തുള്ളവരെന്നോ രാഷ്ട്രീയക്കാരനാണെന്നോ ആരെയും അവിടെ നോട്ടമില്ല. ഹക്ക് പറയാൻ അവിടെ ഒരു മടിയും കാണിച്ചിട്ടില്ല. എന്ത് തെറ്റുകൾ ഇവിടെ കാണുന്നുണ്ടോ? പരസ്യമായി പതിർത്ത വലിയ നേതാവായിരുന്നു, വലിയ നേതൃത്വമായിരുന്നു മഹാനായ ഖുറാത്തുകളവറുകൾ. ആരാണ് മഹാനവറുകൾക്ക് പകരമായി സത്യത്തിൽ അടിവറച്ചു നിൽക്കാൻ, സത്യം പറയാൻ, ആദർശത്തിൽ അടിവറച്ചു നിൽക്കാൻ നമുക്ക് പകരം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു നല്ല പകരക്കാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വലിയ വലിയ നേതൃത്വങ്ങളൊക്കെ ഭരിച്ചോ. ആ ചുമലമ, അതുപോലെ തുടങ്ങിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ
സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ട്. വിവരമില്ലാത്ത ആളുകൾ ഇവിടെ വരുന്നു, വിവരമില്ലാത്ത ആളുകൾ പിന്നെ ഇവിടെ അധികാരം നിർത്തുന്നു. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മളും ഭരിക്കേണ്ടവരാണല്ലോ. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ആയുസ് അല്ലാഹു തരുന്ന വലിയ ഓഫറായിട്ട് കണക്കാക്കണം. അങ്ങനെ തന്നെ അല്ലെങ്കിൽ 60 കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചു പോകും. 60 ആകണമെന്നില്ല, അതിനു മുമ്പ് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വലിയനാണ്. ആ മഹാനവറുകൾ വഫാത്താകുമ്പോൾ മഹാനായ മുഹമ്മദുൽ ജലീൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മഹാനവറുകൾ വഫാത്താകുന്ന സമയം ഞാൻ അവിടെയായിരുന്നു. മഹാനവറുകൾ വഫാത്താകുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അതോ ഒരു വാർഷിക ആഘോഷം നടക്കുന്ന ദിവസവുമായിരുന്നു. ആ മരിക്കുന്ന സമയത്ത് മഹാനവറുകൾ മരണമാസന്നമായി കിടക്കുമ്പോൾ അതാ അവിടുന്ന് ഖുർആൻ ഖത്മു ചെയ്തു. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് പോലും അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഖത്മു ചെയ്യുകയാണ്. അപ്പോൾ മഹാനായി എത്തുന്ന മുഹമ്മദുൽ ജലീൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, في هذه الحالة يا أبا القاسم, ഈ മരണത്തിന്റെ സമയത്ത് ഈ അവസ്ഥയിലാണോ നിങ്ങൾ പ്രയാസപ്പെട്ട് ഖത്മ ചെയ്തത്? യാ അബൽ ഖാസിം, മഹാനവറുകളെ വിളിച്ച് അവിടെ പറയാം. അപ്പോഴാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, മരണം ആസന്നമായി നിൽക്കുന്ന ഞാനല്ലാതെ എന്നെക്കാൾ ഇത് ചെയ്യേണ്ടവൻ മറ്റാരാണുള്ളത്? ഏറ്റവും ബന്ധപ്പെട്ട ആള് ഞാനിതന്നെയല്ലേ? എന്റെ ഏടി ചുരുട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നവിടുന്ന് പറഞ്ഞ അവസാനം ഖുർആനോതി മരിച്ചുപോയ അതേപോലെ തന്നെ മഹാന്മാരായ ഒരുപാട് ആളുകളുടെ മരണം. മഹാനായ ഹസ്സൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം വഫാത്തിന്റെ സമയത്ത് ആ മഹാനവറുകൾ കരയുന്നു. എന്താണ് നിങ്ങളെ കരിഹിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ആ മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ വാക്ക്, ഞാൻ കാണാത്ത അതാ എന്റെ യജമാനനിലേക്ക് ഞാൻ പോവുകയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു. മഹാന്മാരായ ആളുകളുടെ മരണം. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ആ മഹാനവറുകൾ വഫാത്തിന്റെ സമയത്ത് ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്നു. സുബ്ഹാനല്ലാഹ്, ചിരിക്കുകയാണ് വഫാത്തിന്റെ സമയത്ത്. എന്നിട്ട് പറയുന്നു, ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആബിദൂൻ, ഇനി പോരാത്തത് ലഭിക്കാൻ അമല് ചെയ്യുന്നവർ അമല് ചെയ്യട്ടെ. അവസാനം നന്നായി മരിക്കണോ, നല്ല അമല് ചെയ്യണമെന്നാണ്, അല്ലാഹുവിലേക്ക് അടുത്ത് ജീവിക്കണമെന്നാണ്.
മഹാമഹദിയായ അതാ റളിയല്ലാഹുവിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടതല്ലേ? പരിശുദ്ധ റമദാനിൽ നോമ്പുകളറിയായിട്ട് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ അൻആം സൂറത്തിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്യുമ്പോഴല്ലേ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഒരുപാട് മഹാന്മാരുടെ മഹതിമാരുടെ ഒക്കെ ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഇപ്പോൾ അതിന്റെ സമയമല്ലാതെ ദീർഘമായൊരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളും മരണത്തെ ഓർത്തുകൊണ്ട് മരിക്കുമെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്ന മജ്‌ലിസാണല്ലോ ദിക്റു സ്വാലിഹീന കഫാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ അത് നമ്മുടെ പാപത്തെ പൊറുപ്പിക്കുന്നു. മരണത്തെ ഓർക്കുന്നതും അത് സദഖയാണ്. മരിക്കുന്നില്ല ബോധം എപ്പോഴും നമുക്ക് വേണം. സുബ്ഹാനല്ലാഹ് സത്യവിശ്വാസിയുടെ റൂഹിനെ പിടിക്കുന്ന രൂപത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മോശക്കാരായ ആളുടെ റൂഹിനെ പിടിക്കുന്നതിനെ കുറിച്ച് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ബാപ്പ മരിച്ചുപോയ മകന്റെ റൂഹ് പിടിക്കുമ്പോൾ മലക്കുകൾ പറയുന്ന വാക്കുകളുണ്ട്. അതാ ഒരു കുടുംബനാഥനെ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുമ്പോൾ മലക്ക് പറയുന്ന വാക്കുകളുണ്ട്. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുബൈത്തിനോടുള്ള മഹബത്ത് കാരണം നാളെ റബ്ബിന്റെ മുമ്പിൽ വലിയ നിനക്ക് രക്ഷ നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്ബതുകും അല സിറാത്തി അശദ്ദുകും ഹുബ്ബൻ ലി അഹ്ലി ബൈതി. മഹാനായ സയ്യിദ് അവറുകളെ വലിയ നിലയ്ക്ക് സ്നേഹിച്ച ആളുകൾ എന്തെങ്കിലും പാകപ്പിഴവുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മഹാനുഭാവന്റെ ഹദറത്തിൽ പോകണം. എന്നിട്ട് അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ദോഷം പുറത്തു കിട്ടാൻ ദുആ ചെയ്യണം. ജീവിതകാലത്തിൽ ചിലപ്പോൾ കാണാൻ പേടിച്ചവരുണ്ടാവാം, സംസാരിക്കാൻ ഭയന്നവരുണ്ടാവാം, അടുക്കാൻ ഭയപ്പെട്ടവരുണ്ടാവാം. അശ്രദ്ധയിലും മറ്റും പലതും ആരിലെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസില്ല. പക്ഷേ അവിടുത്തെ ഖദാഇന്റെ വിഷയത്തിൽ വല്ല അഭിപ്രായങ്ങളും ആരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ടും എന്തെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മഹാനവറുകൾ വിട പറഞ്ഞു പോയി. അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. നമ്മളിവിടെ ബാക്കി നിൽക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ സയ്യിദുകൾ പറഞ്ഞത് ഓരോന്നും ഇന്ന് തുടരുന്നുണ്ട്. അവിടുന്ന് പറയാറുണ്ട്, കല്യാണത്തിന്റെ മുമ്പ് അനുവദനീയമല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും ഏർപ്പാടുകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടായാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജനിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് പ്രശ്നം വരുന്നു, ഹാർട്ട് ബീറ്റിന്റെ പ്രശ്നം വരുന്നു. എത്ര പ്രസവങ്ങൾ, സുബ്ഹാനല്ലാഹ്, പ്രസവം നടക്കാതെ പ്രസവത്തിന് മുമ്പ് തന്നെ എടുത്തു മാറ്റപ്പെട്ടു പോയി. ഇന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ അധികവും അല്ലാഹു സലാമത്താക്കട്ടെ. അവിടുത്തെ ആ ഉപദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടു നോക്കണം. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ സുബ്ഹാനല്ലാഹ് എത്ര അർത്ഥമുള്ള വാക്കാ. നമുക്ക് ചിലപ്പോഴത്
ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് നമുക്ക് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം, മഹാന്മാരായ ആളുകളുമായി ഇടപഴക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം. എല്ലാ നിലക്കും എവിടെയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആ മഹാനുഭാവനിക്കുണ്ടായ പ്രശ്നം മാറാൻ കാരണം മഹാനായ ഗൗസുൽ അഅ്ലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ് എന്ന് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവരാണ്. വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുമായിട്ട് വലിയ ബന്ധം. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറയണമെങ്കിൽ ആ മഹാനോടുള്ള വലിയ ബന്ധമാണ്. ഇന്നെനിക്ക് ടെൻഷനില്ല, വിഷമമില്ല, ബേജാറില്ല, ദുഃഖമില്ല. ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യ ബേജാറാകുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, മഹാന്മാരുടെ മരണം അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. സാദാത്യങ്ങളെ സയ്യിദന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ നിലക്കുള്ള ബന്ധമുള്ള ആളുകളാണ്. അടിയുന്ന യാസീനുകളൊക്കെ ഓതിയിട്ട് നമ്മുടെ വലിയ നേതൃത്വമായ സയ്യിദവരുടെ പേരിൽ ഹദിയ ചെയ്യാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്നത്തെ അനുസ്മരണ പരിപാടിക്ക് വേണ്ടി വലിയ നിലക്ക് സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഇവിടുത്തെ ജമാഅത്തുകാരുണ്ട്, അതേപോലെ തന്നെ കർണാടക മുസ്ലിം ജമാഅത്തിന്റെ ആളുകളുണ്ട്, എസ്കാരുണ്ട്, അല്ലമീൻ അൽഫറിന്റെ ആളുകളുണ്ട്, ഗൾഫ് സമിതിയുണ്ട്, നമ്മുടെ SSFന്റെ പ്രവർത്തകന്മാരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി സംഘടിപ്പിച്ച ഈ പരിപാടി നീ വിജയത്തിലാക്കിയല്ലോ. അതുപോലെ നീ കബൂലാക്കണം റഹ്മാനേ. ഇനിയും നിങ്ങളൊക്കെ സഹകരണവും എല്ലാ നിലക്കുള്ള ബന്ധവും ഈ പള്ളിയുമായി സദാസമയം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇതേ വരുന്ന തിങ്കളാഴ്ചയാണ് കുറത്ത് തങ്ങളുടെ പേരിലുള്ള 7ന്റെ ദുആ കുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. അവിടുത്തെ മക്കൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. കഴിയുന്നവർക്ക് അതിൽ സംബന്ധിക്കണം. നമ്മുടെ ഈ മജ്‌ലിസിൽ ധാരാളം ആളുകൾ ഖത്ം ഓതിയിട്ടുണ്ട്. മതമായിട്ട് 4 ഖത്മും അതുപോലെ 56 യാസീൻ, 237 ഇഖ്ലാസ് സൂറത്ത്, 100 ഫലഖ് സൂറത്ത്, 100 അന്നാസ് തുടങ്ങി 55,558 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. നായത്ത് സ്വലാത്ത് 212 ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ അഹമ്മദാജിയുടെ 70,000 തഹ്ലീലുണ്ട്. പിന്നെ ധാരാളം ആളുകൾ
ഒരു സ്വലാത്ത് ദൈവമൊക്കെ ചൊല്ലിയവരുണ്ട്. അള്ളാഹു മുഴുവൻ കബൂൽ ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെ മക്കൾ 1,48,510 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. 36 യാസീൻ പാരായണം ചെയ്തിട്ടുണ്ട്. 1445 ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ട്. 20,300 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹുവേ, പോരായ്മകൾ പരിഹരിച്ച് മുഴുവനെ കബൂലാക്കണം അല്ലാഹ്. അതുപോലെ നമ്മുടെ റഫീഖിന്റെ ബാപ്പ ഫത്താഹാക്കായ നാട് വയറുവേദനയുടെ പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി 2000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹുവേ, നിഷ്ഫയാക്കണം അല്ലാഹ്. അതുപോലെ നടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുടെ ഔക്കറാക്കയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ദുആ ചെയ്യാൻ സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു അജിലായ ശിഫ നൽകട്ടെ. അതുപോലെ വയറുവേദന മാറാൻ വേണ്ടി ഒരു സഹോദരിയുടെ രോഗം മാറാൻ 100 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു നീ ശിഫയാക്കണമേ. എല്ലാവരുടെ രോഗങ്ങളും എന്ത് രോഗങ്ങളൊക്കെയുണ്ടോ ഇവിടെ വന്ന് ആളുകൊണ്ട് ആരെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, അവിടെ കുടുംബത്തിൽപ്പെട്ട ആരെല്ലാം ഉണ്ടോ, മഹാനായ സയ്യിദുനാ ഖുറാത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഉപ്പാപ്പമാരുടെ ബറക്കത്ത് കൊണ്ട് ആജിലായ പരിപൂർണ്ണ ശിഫ നീ നൽകണം റഹ്മാനേ. ഓദിയ ഖത്തമും അതുപോലെ യാസീനും ഇഖ്ലാസ് സൂറത്തും മറ്റ് സൂറത്തുകളും എല്ലാം ഇവിടുന്ന് ചൊല്ലിയ തഹ്ലീലും ഇവിടെ ഏൽപ്പിച്ച എല്ലാ തഹ്ലീലും റബ്ബേ നീ മഹാനവരുടെ ഹദറത്തിലേക്ക് സ്വീകരിക്കണം റഹ്മാൻ. അതിന്റെ മിസ്ലി സവാബിൽ സ്വീകരിക്കണം റഹ്മാൻ. മുസ്തഫ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب واحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لكم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الرحمن يا الله، مالك الملوك يا الله. പാപികളാണ്, ദോഷികളാണ് റഹ്മാനേ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തവർ നിന്റെ അടിമകളാണ് അല്ലാഹ്. റബ്ബേ, നിന്റെ പള്ളിയിൽ ഇത്തിഖാഫിന്റെ നിയ്യത്തും വെച്ച് ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരുമിച്ച് കൂടിയവരാണ്. നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളോട് ഏറ്റവും കടപ്പെട്ട കടപ്പാടുള്ള ഞങ്ങളുടെ വലിയ നിലക്കുള്ള ആദരവ് പ്രകടിപ്പിച്ച ഞങ്ങളുടെ സയ്യിദ് കുളത്ത് തങ്ങളുടെ പേരിലാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹ്. 2 ദിവസം മുമ്പ് അതിന് പറഞ്ഞപ്പോ, അതിന് തീർമാനമായപ്പോ വിപുലമായ രീതിയിൽ തന്നെ നടത്തണം കണ്ടു ഇവിടുത്തെ നാട്ടുകാരുടെ നല്ല തീർമാനം നീ കബൂൽ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനേ.
ഈ ദുആ ചെയ്യുന്നവൻ എത്ര മോശക്കാരനായാലും എത്ര തിന്മ ചെയ്താലും റബ്ബേ നിന്നിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ മജ്‌ലിസിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പലരും ഇവിടെ വന്നവരുണ്ട്. മഹാനായ സയ്യിദ് അവരുടെ സ്നേഹിച്ച് ഇവിടെ വന്നവരുണ്ട്. അവർ വെറും ഒരു ചീരണിക്ക് വേണ്ടി വന്നതല്ല, ആ സയ്യിദ് അവരോടുള്ള വലിയ മഹബത്ത് കൊണ്ട് മാത്രമാണ്. യാ റഹ്മാൻ യാ അല്ലാഹ്, സ്വലാത്ത് കാലത്ത് പോലും കാലിടരാതെ ആ കാലം നിവർത്തിക്കാൻ കഴിയണോ? എന്റെ ഹബീബിനോട് ഏറ്റവും കൂടുതൽ മഹബത്ത് വെക്കുന്നവൻ ആരാണോ അവന്റെ കാലിടറി പോകുകയില്ല. മുത്തായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വലിയ നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിച്ചതുകൊണ്ട്, അവരെ സ്നേഹിച്ചതുകൊണ്ട്, താജുകളെ സ്നേഹിച്ചതുകൊണ്ട്, പുരാതങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങളെ ദുനിയാവും ആഖിറവും നീ നന്നാക്കണം റഹ്മാനേ. ചെറിയ മക്കൾ നിങ്ങളെ സദസ്സിലുണ്ട് അല്ലാഹ്. മദ്രസകളിൽ നിന്ന് പോകാൻ ഈ സമയം വരെ ഇവിടെ ഒരുമിച്ചു ആ മക്കൾ ഈ സദസ്സിൽ ധാരാളം സഹോദരിമാർ പുറത്തുണ്ട് അല്ലാഹ്. അവരൊക്കെ വന്നത് വലിയ പ്രതീക്ഷയിലാണ്. ഖായിബാക്കല്ല റഹ്മാനേ, തട്ടിക്കളയല്ല റഹ്മാനേ. ആരോട് ചോദിക്കാനാണ്? നീയല്ലാതെ തരുന്നവൻ ആരാണ്? നീയല്ലാതെ തടയുന്നവൻ ആരാണ്? നിന്നിലേക്ക് മുഴുവൻ സമർപ്പിക്കുന്നു റഹ്മാനേ. നീ കബൂലാക്കണമല്ലോ. മരിച്ചുപോയി ഇവിടെ ദറജേറ്റി കൊടുക്കണമല്ലോ. അതുപോലെ ജലാലുദ്ദീനങ്ങളെന്ന കടപ്പെട്ട ആ സയ്യിദവറുകളും ഖുറാത്തങ്ങളും മരിച്ച പിറ്റേ ദിവസം മരിച്ചുപോയി. ഇരുവരും കുടുംബക്കാരാണ്. നീ ഇവിടെ തറചേറ്റി കൊടുക്കണം റഹ്മാൻ. കബർ വിശാലതയിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചുപോയവരുണ്ട്. ഈ നാട്ടിൽ നിന്നടുത്തായി മരിച്ചുപോയവരുണ്ട്. നമ്മുടെ മുന്നേറിന്റെ ഒക്കെ പ്രിയപ്പെട്ട ഉമ്മ മിന്നാനാണ് മരിച്ചുപോയത്. അങ്ങനെ പലരും അടുത്തായി മരിച്ചുപോയവരുണ്ട്. എല്ലാവരുടെ ഖബറിനെ സ്വർഗമാക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അധികാരി ഉൾപ്പെടുത്തണം റഹ്മാനേ. നരകത്തിന്റെ അധികാരി ഉൾപ്പെടുത്തല്ല അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. എപ്പോഴാണ് ഞങ്ങളെ മരണമെന്നറിയില്ല, എവിടെയാണ് ഞങ്ങളെ മരണമെന്നറിയില്ല. ഒരമലും ഞങ്ങളെ കയ്യിലില്ല. ചെയ്തതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ഉറപ്പുമില്ല. പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. നിന്റെ റഹ്മത്ത് മാത്രം പ്രതീക്ഷിക്കുന്നു റഹ്മാനേ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ. ഈമാൻ മോശമായി പോകുന്നൊരവസ്ഥയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും സലാമത്താക്കണം റഹ്മാനേ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ അവസാനത്തെ മജ്‌ലിസാക്കല്ല അല്ലാഹ്. ഒരുപാട് മജ്‌ലിസിൽ ആഫിയത്തോടെ ഒരുമിച്ചുകൂടാ. ഒരുപാട് സ്വലാത്ത് മജ്‌ലിസിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടാ. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, യാതനകളുള്ളവരുണ്ടോ, വേദനകളുള്ളവരുണ്ടോ, പ്രയാസങ്ങളുള്ളവരുണ്ടോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരാരുണ്ടോ, എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റി നീ സന്തോഷം നൽകണം റഹ്മാനേ. ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. ആരെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, നീ ശിഫ നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, കിഡ്നി
ബുദ്ധിഹീനരായവരുണ്ട്, കൈകാലിൽ തടഞ്ഞുപോയവരുണ്ട്, വേദനയുള്ളവരുണ്ട്, സന്ധിവേദനയുള്ളവരുണ്ട്, ഡെങ്കിപ്പനി പിടിച്ചവരുണ്ട്, തലവേദനയുള്ളവരുണ്ട്, വയറുവേദനയുള്ളവരുണ്ട്, കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, നഷ്ടപ്പെടുന്നവരുണ്ട്, കേൾവി നഷ്ടപ്പെട്ടവരുണ്ട്, നഷ്ടപ്പെടുന്നവരുണ്ട്, സംസാര ശേഷി നഷ്ടപ്പെടുന്നവരുണ്ട്, ശരീരത്തിന് മുഴുവനും വേദനയുള്ളവരുണ്ട്, പലതരക്കുള്ള പനിയുള്ളവരുണ്ട്, ചെറിയ മക്കൾ പനിച്ചിട്ട് പ്രയാസപ്പെടുന്നു, ഹോസ്പിറ്റലിൽ കഴിയുന്ന പലരുമുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണമായ ശിഫ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരമായി പറഞ്ഞു കൊടുക്കാറുള്ള മഹാനായ കുവത്തങ്ങൾക്ക് സലാത്ത് ബദരീകളെ പേരിൽ ആസ്വദിക്കോളൂ, വെള്ളത്തോരി കുടിച്ചോളൂ എന്നിവിടുത്തെ ആ വാക്ക് ബദരീകളെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ, എല്ലാവർക്കും നീ ശമനം നൽകണം റഹ്മാനെ. നിങ്ങളാരെയും കുടുക്കിക്കളയല്ലോ, എവിടെയും അപകടത്തിലും പൊടുത്തിക്കളയല്ലോ, ദാരിദ്ര്യം നൽകല്ലോ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുത്തല്ലോ, ആർക്കും വേണ്ടാതാകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല റഹ്മാനെ, ഞങ്ങൾ പൊടുത്തിക്കളയല്ല റഹ്മാനെ, ആർക്കും മാറ്റമാക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഒരുപാട് നന്മകൾ ചെയ്യ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യ, ആ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, ആ വിരോധങ്ങൾ എന്താണോ അതൊക്കെ കേട്ടിട്ട് തെറ്റുകളിൽ മാറി നിൽക്കുക, പരിശുദ്ധ ഖുർആനിനെ പൂർണ്ണനിലക്ക് അംഗീകരിക്കുന്ന ആളുകൾ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതുകൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ നന്നാക്കി തരണം റഹ്മാനെ. അവസാനം മരണം ഖൈറായ സമയം പൂർണ്ണമായിരിക്കുന്ന ഈമാനോട് കൂടെ ഏറ്റവും നല്ല കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിട പറയണം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വിട പറയണം, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് വിട പറയണം, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, നല്ല വാക്ക് പറഞ്ഞവർ ആരെല്ലാമുണ്ടോ എല്ലാവരും നീ സലാമത്താക്കണം റഹ്മാനേ. ആഖിറത്ത് ദോഷമാകുന്ന അവസ്ഥ ആർക്കും നൽകല്ല റഹ്മാനേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന കബറിലെന്ന സഹോദരനിക്ക് പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനേ. ഓരോരുത്തരുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ഒന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, എല്ലാം നിനക്കറിയാം. ആളുകളിൽ വ്യത്യാസമില്ലാതെ, ചെറിയ വലിയ വ്യത്യാസമില്ലാതെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾക്ക് അറിയിട്ടാണ് ഇവിടെ ആമീൻ പറയുന്നത്. നീ സ്വീകരിക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. സ്വാലിഹീങ്ങൾ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم بجاه سيد الأولين والآخرين. آمين برحمتك يا أرحم الراحمين. سيدنا محمد وآله وصحبه سبحان ربك رب العزة عما يصفون
سلام على المرسلين الحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിഫായിക്കും സമിതിയുടെ തുടക്കം പറയുന്ന അതേപോലെ ഞങ്ങളെ അല്ലമീൻ യേശുവിന്റെ വകയായിട്ട് ഞങ്ങൾ സയ്യിദ് തങ്ങളെ നേതൃത്വത്തിൽ സയ്യിദ് ഫസൽ കോയ്മ തങ്ങളെ ആ ഒരു ഗുഹ മജ്ലിസ് അനുസ്മരണ കാര്യക്രമം ആരംഭിച്ചതായിട്ട് അതിന് നേതൃത്വത്തിന്റെ ബഹുമാനപ്പെട്ട സയ്യിദ് ഷാഫി തങ്ങൾക്ക് ഞങ്ങളെ ജമാഅത്തിന്റെ പരമായിട്ട് എല്ലാ സംഘസംസ്ഥാനപരമായിട്ട് ധന്യവാദം. അതുപോലെ ഞങ്ങളെ ഇന്നത്തെ ഈ കാര്യക്രമത്തിൽ കാര്യക്രമം ഉദ്ഘാടനമായിട്ട് ബഹുമാനപ്പെട്ട ആസിഫ് സഖാഫി ഞങ്ങളെ എസ്.എം. കോളേജ് റേഞ്ചിലെ പ്രസിഡന്റ് അയാൾക്കും പള്ളിയുടെ കണക്കിലും അതേപോലെ എല്ലാ സംഘസംസ്ഥാനപരമായിട്ടും ധന്യവാദം. അതേപോലെ നമുക്കുണ്ട് സ്വാഗതങ്ങൾ അധ്യക്ഷരും ജമാഅത്ത് കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളും എല്ലാ സംഘസംസ്ഥാന ഭാരവാഹികളും നമുക്കുണ്ട് വളരെ കഷ്ടപ്പെട്ട് ചോറാക്കി തന്നെ ഞങ്ങൾ ആ ചോറാക്കി നൽകും എല്ലാവർക്കും ഇത് സഹായ സഹകരിച്ച എല്ലാവർക്കും ഒരേ നന്ദി ഞാൻ ചെന്നു.